ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തക പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ആയിരുന്നു. ഇന്ന് 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 18-ാം വാക്യം വരെയും ആ പഠനത്തിൽ തന്നെ 20-ാം വാക്യവും നാം പരാമർശിച്ചു കഴിഞ്ഞതും വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ടുള്ളതുമായതുകൊണ്ട് ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 19-ാം വാക്യമാണ്. വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക. ശ്രദ്ധിക്കുക, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് എഴുതുക. ഈ വാക്യം വായിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഒരു ഘടന ഈ വാക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പുസ്തകം പഠിക്കാനുള്ള വ്യക്തമായ ഒരു രൂപരേഖ 19-ാം വാക്യത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 19-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞത്. അപ്പോൾ പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാം, അല്ലെങ്കിൽ 3ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, നീ കണ്ടത്, ദ തിങ്സ് വിച്ച് യു ഹാവ് സീൻ. 1-ാം അധ്യായത്തിൽ കണ്ട ദർശനമാണ് നീ കണ്ടത്. കാരണം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണല്ലോ നാം നിൽക്കുന്നത്. നീ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ 1-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ കണ്ട ദർശനം, അതാണ് നീ കണ്ടത്. ഇപ്പോൾ ഉള്ളത്, തിങ്സ് വിച്ച് ആർ എന്ന് പറയുന്നത് 2ഉം 3ഉം അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ ആണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത്, the things which shall be hereafter, 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 3ആയിട്ടാണ് ഈ പുസ്തകത്തെ തിരിക്കാൻ നമുക്ക് കഴിയുക പഠന സൗകര്യത്തിനായിട്ട്. അതിന് പറ്റിയൊരു വാക്യം നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്, 1-19. അവിടെ 3ആയിട്ട് പുസ്തകത്തെ തിരിച്ച് തന്നെ യോഹന്നാൻ നമുക്ക് നൽകുകയാണ്. 3 ആയിട്ട് തിരിക്കുമ്പോൾ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. എൻ്റെ കേൾവിക്കാരുടെ മനസ്സിൽ ഈ കാര്യം ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക, നീ കണ്ടത് എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ എന്താ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ യോഹന്നാൻ കണ്ടത്? ഉയർന്നിരിക്കുന്ന തേജസ്സുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദർശനമാണ് കണ്ടത്. ഇപ്പോഴുള്ളത് 2ഉം 3ഉം അധ്യായങ്ങളാണ്. 2ഉം 3ഉം അധ്യായങ്ങളിൽ 7 പ്രാദേശിക സഭകൾക്കുള്ള യേശുവിന്റെ സന്ദേശങ്ങൾ ആണ് നാം വായിക്കാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ്. അതോടെയാണല്ലോ പുസ്തകം തീരുന്നത്. സംഭവിക്കാനിരിക്കുന്നത് ഒരു വലിയ ഭാഗമാണ്, 4 മുതൽ 22 വരെ. അപ്പൊ അതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിവരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനി സംഭവിക്കാനിരിക്കുന്നതിനെ ഒരു 4 കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ ഏറ്റവും ചുരുക്കി പറയാം. ഒന്ന്, 4ഉം 5ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുന്നു. ആ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു ആരാധന നടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 6 മുതൽ 19 വരെ വായിക്കുമ്പോൾ ഭൂമിയിൽ മഹോപദ്രവം നടക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. 6 മുതൽ 19 വരെ. അതിനെ തന്നെ 3ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഹോപദ്രവത്തിന്റെ 1-ാം പകുതി, നേരത്തെ പഠിച്ചിട്ടുള്ളത് ഓർക്കുക. മഹോപദ്രവം 7 കൊല്ലം, അതിനെ 3.5 എന്ന് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലാണ് ആദ്യത്തെ 3.5 കൊല്ലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത്. 10 മുതൽ 14 വരെയുള്ള അധ്യായത്തില് ഈ 2-3.5 കൊല്ലങ്ങൾക്ക് ഇടയ്ക്കുള്ള മധ്യഭാഗം, അല്ലെങ്കിൽ ആ ഇടവേള സമയത്തെയാണ് വിശദീകരിക്കുന്നത്. 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് അവസാന ഭാഗം, അല്ലെങ്കിൽ അവസാനത്തെ 3.5 കൊല്ലം സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവത്തെക്കുറിച്ച് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ അതിന്റെ 1-ാം പകുതിയെക്കുറിച്ച്,
6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലും അതിന് രണ്ടാം പകുതിയെക്കുറിച്ച് 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലും ഇതിന് ഇടയ്ക്കുള്ള കാലഘട്ടത്തെക്കുറിച്ച് 10 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നു. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ രാജ്യസ്ഥാപനമാണ് നാം കാണുന്നത്. 1000 ആണ്ട് വാഴ്ച. ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് രാജാധിരാജാവും കർത്താധി കർത്താവുമായി രാജ്യഭരണം നടത്തുന്നതാണ് 20-ാം അധ്യായത്തിലെ ഇതിവൃത്തം. 21, 22 അധ്യായങ്ങളിൽ നാം പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയാണ്. സഭ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതാണ് 21, 22 അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പോൾ പുസ്തകം നമുക്ക് വളരെ വേഗം വിഭജിച്ച് കിട്ടി. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോഴുള്ളത് 2, 3 അധ്യായങ്ങൾ, ഇനി സംഭവിക്കാനിരിക്കുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നീ കണ്ടത് യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് പണ്ട് മുതൽ തന്നെ ഉള്ളവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ. അതാണ് കണ്ടത്. 1-ാം അധ്യായത്തിൽ കണ്ട ദർശനമൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീ കണ്ടത് യേശുക്രിസ്തു. ഇപ്പോഴുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭ. കണ്ടത് യേശുക്രിസ്തു 1-ാം അധ്യായം. ഇപ്പോഴുള്ളത്, ഇപ്പോഴാളുകൾ കാണുന്നത് യേശുവിനെ അല്ല, യേശുവിനെ സഭയിൽ കൂടിയാണ് കാണേണ്ടത്. സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം. ഇപ്പോൾ യേശു ഇല്ലെന്ന് വെച്ചാൽ യേശു ഉണ്ട്. അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ്. എന്നാൽ അവനെ വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം, ദൗത്യം ഇന്ന് സഭയ്ക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴുള്ളത് സഭ. കണ്ടത് യേശുക്രിസ്തു, ഇപ്പോഴുള്ളത് സഭ. ഇനി സംഭവിക്കാനിരിക്കുന്നതാണ് ഭാവി സംഭവങ്ങൾ. ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് ഭാവി സംഭവങ്ങൾ, അല്ലെങ്കിൽ ദൈവസഭയുടെയും ലോകത്തിന്റെയും ഒക്കെ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു എന്നുള്ളതാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. നാം നേരത്തെ വാക്യം വായിച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ചില ആളുകൾ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞിരിക്കുന്നതിന് സഭയുടെ ഉൾപ്രാവണമാണ്, റാപ്ചറാണ് എന്ന് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് വായിച്ചാൽ അത് റാപ്ചറിനെ കുറിച്ചല്ല, ഉൾപ്രാവണത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ബട്ട് ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ ഫ്രം എ ഡിഫറെന്റ് ആംഗിൾ. ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആംഗിളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കാര്യങ്ങൾ കാണുന്നതിനായിട്ട് താല്പര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കയറി വരിക. കയറി ചെന്നപ്പോൾ സിംഹാസനവും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയും ഒക്കെയാണ് കണ്ടതെങ്കിൽ അത് ഉൾപ്രാവണത്തിന്റെ ഒരു ദൃശ്യമല്ല. വാസ്തവത്തിൽ അത് യോഹന്നാൻ സമയത്തിനപ്പുറത്തേക്ക് പോയിട്ട് സമയാതീതനായിരിക്കുന്ന, കാലത്തിന് അതീതനായിരിക്കുന്ന കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാനായിട്ടുള്ള ഒരു കഴിവ് പ്രാപിക്കുകയാണ് ചെയ്തത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ വിഭജനം ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. 3ആയിട്ടാണ് ആദ്യം നമ്മൾ തിരിച്ചത്. കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. കണ്ടത് യേശുക്രിസ്തു 1-ാം അധ്യായം, ഇപ്പോഴുള്ളത് സഭ 2, 3 അധ്യായം, ഇനി സംഭവിക്കാനിരിക്കുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവി കാര്യങ്ങളാണ്. ഇതിലേറ്റവും മനസ്സിലാക്കുവാൻ വിഷമമുള്ള ഭാഗം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ആണല്ലോ. അതുകൊണ്ട് ആ ഭാഗത്തെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പാകത്തിന് ചെറുതായിട്ട് മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് പറഞ്ഞു തരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ അത് പഠിക്കുന്ന ആളുകൾ, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരു പേനയും ബുക്കും ഒക്കെ എടുത്ത് ഈ കാര്യങ്ങളൊന്ന് എഴുതുകയും, ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതുകയും അത് ഹൃദിസ്ഥമാക്കുകയും ചെയ്താൽ ഈ പുസ്തകത്തെ നല്ലവണ്ണം ഗ്രഹിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. കൺസിഡർ മീ ആസ് എ ടീച്ചർ ആൻഡ് പഠിക്കുന്ന ആളുകൾ സ്റ്റുഡൻസ് ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എഴുത്തും വായനയും പഠനത്തിന് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കുകയാണെങ്കിൽ, കേട്ടും എഴുതിയും പഠിക്കുകയാണെങ്കിൽ പഠനം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 4 മുതൽ 22 വരെയുള്ള അധ്യായത്തെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കട്ടെ. 4, 5 അധ്യായങ്ങളിൽ സ്വർഗത്തിൽ ഒരു ആരാധന നടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ആരാധന ഒരു സിംഹാസന കേന്ദ്രീകൃതമായിട്ടാണ് നടക്കുന്നത്. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുത്തനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നാം കാണുന്നത്. ഇപ്പോൾ അത്രയും ഗ്രഹിക്കുക. 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹോപദ്രവത്തിന്റെ ആദ്യത്തെ 3.5 വർഷക്കാലം നടക്കുന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അവിടെ വാസ്തവത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്. ഒന്ന്,
7 മുദ്രകൾ തുറക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ തന്നെ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 7 മുദ്രകൾ തുറക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ 7 കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്നു. അപ്പോൾ മഹോപദ്രവത്തിന്റെ ആദ്യ പാദത്തിൽ, ആദ്യത്തെ 3.5 വർഷത്തിൽ 2 സുപ്രധാന സംഭവങ്ങളാണ് ഉള്ളത്. 7 മുദ്രകൾ തുറക്കുന്നു, 7 കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്നു. ഈ മുദ്രകൾ തുറന്നപ്പോഴും കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോഴും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പുറകെ പഠിക്കാം. ഈ 2 കാര്യങ്ങളാണ് ആദ്യ പകുതിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധേയമായിട്ടുള്ളത്. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളില് സംഭവങ്ങളൊന്നും തന്നെ വിവരിക്കുന്നില്ല. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ മിക്കവാറും അടയാളങ്ങൾ മാത്രമാണ്. സംഭവങ്ങൾ ഒന്നും തന്നെ അവിടെ വിവരിക്കുന്നില്ല. അവിടെ സംഭവങ്ങൾ ഉണ്ടെന്ന് കരുതുമ്പോൾ വ്യാഖ്യാനം പലപ്പോഴും തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നടന്ന സംഭവങ്ങൾക്കിടയിൽ ആത്മീയമായി ഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പുസ്തകം രചിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാനും പറയാനും പറ്റാത്തത് കൊണ്ട് ഒരു ദർശനം യോഹന്നാൻ കാണുകയാണെന്ന് ഓർക്കണം. യോഹന്നാൻ കണ്ട കാര്യങ്ങളെല്ലാം കൂടെ അതേപടി എഴുതാൻ ഒക്കുകയില്ല. അതുകൊണ്ട് 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ മുദ്രകൾ തുറന്നപ്പോഴും കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോഴും നടന്ന ന്യായവിധികളുടെ നടുവിൽ ചില ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ടായിരുന്നു. ആത്മീയ സത്യങ്ങൾ ചില അടയാളങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ. അവിടെ സംഭവങ്ങളുടെ ഒരു പ്രോഗ്രഷൻ, ഒരു പുരോഗമനം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അടയാളം എന്ന പദമാണ്. ഉദാഹരണത്തിന് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 3-ാം വാക്യവും വായിച്ചാൽ, സ്വർഗത്തിൽ ഞാൻ പിന്നെയും ഒരു അടയാളം കണ്ടു, സ്വർഗത്തിൽ വലിയൊരു അടയാളം കണ്ടു എന്ന് 12-ാം അധ്യായത്തിൽ പല പ്രാവശ്യമുണ്ട്. 1ഉം 3ഉം വാക്യങ്ങൾ മാത്രം നോക്കുക. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഒരു മൃഗത്തെയാണ് നമ്മൾ കാണുന്നത്. 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോഴും ഒരു മൃഗം, ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം, സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗം. അതൊരു അടയാളമാണ്, ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കാരണം അങ്ങനെ ഒരു മൃഗമില്ല. അങ്ങനെ ഒരു മൃഗമില്ലെങ്കിൽ മൃഗീയ വാസനകളുള്ള എന്തോ ഒന്നിനെയാണ് അവിടെ ദ്യോതിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് അടയാളമാണ് എന്ന് ഗ്രഹിക്കുക. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും സ്വർഗത്തിൽ പിന്നെയും ഒരു അടയാളം കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ അടയാളങ്ങളുടെ ഒരു പരമ്പരയാണ്. എല്ലാ അധ്യായങ്ങളിലും തന്നെ അടയാളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ് മഹോപദ്രവത്തിന്റെ ആദ്യത്തെ 3.5 വർഷത്തെ കാര്യങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 11-ന്റെ 9 അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവാലയം തുറന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കാണിച്ചില്ല. ദൈവാലയം തുറന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവാലയം തുറന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് അത് തുറന്നത്, യോഹന്നാനെ എന്ത് കാണിക്കുവാനായിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമല്ല. എന്നിട്ട് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലെ അടയാളങ്ങളെല്ലാം തീർന്നതിന് ശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. അപ്പം 11-ന്റെ 9 തുറന്ന ദൈവാലയം എന്തിനു വേണ്ടിയാണ് തുറന്നതെന്നും അതിനകത്ത് എന്താ ഉള്ളതെന്നും അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതും 15-ന്റെ 5-ലാണ് പിന്നെ തുടർന്ന് മുമ്പോട്ട് പറയുന്നത്. 15-ന്റെ 5 മുതൽ നിങ്ങൾ മുമ്പോട്ട് വായിച്ചാൽ 15-ന്റെ 5 മുതലുള്ള വാക്യങ്ങളിലും 16-ാം അധ്യായത്തിലുമാണ് മഹോദരത്തിന്റെ 2-ാം പാതിയിൽ നടക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ 11-ന്റെ 9 മുതൽ 15-ന്റെ 5 വരെ സംഭവങ്ങളൊന്നുമില്ല. ഈ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. സ്വർഗത്തിലെ ദേവാലയം തുറന്ന് എന്തെങ്കിലും കാണിക്കുന്നത് 15-ന്റെ 5 വരുമ്പോഴാണ്. അപ്പൊ അതിനിടയ്ക്ക് ആത്മീയമായിട്ടുള്ള അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ, നാം ഗ്രഹിക്കേണ്ട ചില സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുന്നുവെന്ന് ഓർക്കുക. നമുക്ക് മുമ്പോട്ട് പോകാം. 16-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ വായിക്കുമ്പോൾ മഹോപദ്രവത്തിന്റെ അവസാന 3.5 വർഷത്തെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മഹോപദ്രവത്തിന്റെ അവസാനത്തെ 3.5 വർഷം. ഈ കാലഘട്ടത്തിലാണ് കലശങ്ങൾ എറിയുന്നത്. അതുപോലെ തന്നെ ദൈവരാജ്യം യേശുക്രിസ്തു സ്ഥാപിക്കുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നത്.
ഈ സംഭവങ്ങൾക്കിടയിലെല്ലാം നാം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ സഭയോടും മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു, അവളെ വിട്ടുപോരുവേൻ. അപ്പൊ അവിടെ വിവരിക്കുന്ന മഹദിയാം ബാബിലോണും അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് വ്യവസ്ഥിതികളൊക്കെ ഉണ്ട്. അതിൽ തുടർന്നാൽ നമുക്കും ന്യായവിധി വരും, മഹോപദ്രവത്തിൽ കൂടി നാം പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ നമുക്കൊരു സന്ദേശം തന്നിട്ട് പറയുകയാണ്, ഇത് ദൈവസഭയ്ക്കും മനുഷ്യർക്കുമുള്ളൊരു സന്ദേശമാണ്. ഈ ബാധകളിൽ കൂട്ടാളികളാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവളെ വിട്ടുപോരുക. 16-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അത് നമുക്കൊരു സന്ദേശമാണ്. ഞാൻ കള്ളനെ പോലെ വരും, ഈ കഷ്ടതകളുടെയൊക്കെ നടുവിൽ പെട്ടെന്നൊരു ദിവസം ഞാൻ വരും. അപ്പോൾ തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമുക്കൊരു ഉത്തരവാദിത്വം, ഒരു സന്ദേശം അവിടെ ദൈവം നമുക്ക് നൽകുകയാണ്. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു സന്ദേശമാണ്. അപ്പൊ ആ ദിവസം മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതൊരു സന്ദേശമാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തുടർന്ന് വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ ഇന്നതൊക്കെ കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എല്ലാ സന്ദേശങ്ങളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. 16 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളില് മഹോപദ്രവത്തിന്റെ അവസാന ഭാഗവും ദൈവരാജ്യ സ്ഥാപനവും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ വെളിപ്പെടുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നാം നമ്മുടെ ജീവിതത്തെ അതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സഭയെ എൻകറേജ് ചെയ്യുന്നതിനും അവരെ ധൈര്യപ്പെടുത്തുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ എഴുതിയൊരു പുസ്തകമാണ്. നമുക്കും അത് പ്രയോജനകരമായി മാറുകയാണല്ലോ. അതുകൊണ്ട് നാമും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാതെ സംഭവങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അവളെ വിട്ടുപോരണം, നമ്മുടെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കണം. കർത്താവിൻ മരണമുണ്ട്, അവിടെ ഒരു ഭാഗ്യാവസ്ഥയുണ്ട്, പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതുകൊണ്ട് ആ ഭാഗ്യമരണത്തിലേക്ക് നമ്മൾ താല്പര്യത്തോടെ മുന്നോട്ട് പോകണം. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കണം, ജയിക്കുന്നവരായിട്ടിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ ബി ഫെയ്ത്ത്ഫുൾ, ബി വിക്ടോറിയസ്, ഗെറ്റ് ലൈഫ് എന്നൊക്കെയാണ് ഇടയ്ക്ക് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസ്തരായിരിക്കുക, ജയാളികളാകുക, ജീവൻ പ്രാപിക്കുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഇടയ്ക്കിടയ്ക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതാണ് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംതൃപ്തിയായി എല്ലാം ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുന്നതിനായിട്ട് ഈ 22 അധ്യായങ്ങൾ, ഓരോ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ വളരെ ബ്രോഡായിട്ടാണ് പറഞ്ഞത്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. കണ്ടത് യേശുക്രിസ്തു, ഇപ്പോഴുള്ളത് സഭ, ഇനി സംഭവിക്കാനിരിക്കുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അതെങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്നും ഒക്കെ പറഞ്ഞാ പോയത്. എന്നാൽ ഇപ്പോൾ പുസ്തക വിഭജനം, സ്ട്രക്ചർ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇത് നന്നായിട്ട് കേട്ടാൽ, നന്നായിട്ട് ഗ്രഹിച്ചാൽ, അതിനാണ് ഞാൻ നിങ്ങൾ എഴുതിയെടുത്താൽ നന്നായിരിക്കും, കുറിച്ചു വെച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്. ഈ 22 അധ്യായങ്ങളിലും എന്താണ് വിഷയം എന്ന് ഇതുവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ ബ്രീഫായിട്ട്, വളരെ ചുരുക്കമായിട്ട് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലെങ്കിലും ഇനി വരുന്ന ക്ലാസ്സുകളിൽ നാം ഓരോരോ അധ്യായങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ എല്ലാം ഗ്രഹിക്കാനായിട്ട് കഴിയും. ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 1-ാം അധ്യായം നാം ഇന്ന് പഠിച്ച് തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നാം പഠനം തീരുകയാണെങ്കിൽ 2ഉം 3ഉം അധ്യായത്തിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഓരോ അധ്യായത്തിലും 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിലും എന്താണ് മുഖ്യ വിഷയം, എന്താണ് ഗ്രഹിക്കേണ്ടത് വായിക്കുമ്പോൾ എന്ന് പറയാൻ പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഡർ ഓഫ് ഇവന്റ്സ്, സംഭവങ്ങളുടെ ക്രമം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടും കൂടെ ടാലിയാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വേഗം വെളിപ്പാട് പുസ്തകം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പലർക്കും വെളിപ്പാട് പുസ്തകം മനസ്സിലാകുന്നില്ല, ഇത് ദുർഗ്രഹമാണ്, ഒരുപാട് വിഷമമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പമാക്കുന്നതിനായിട്ടാണ് ഓരോ അധ്യായത്തിലും എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന്
ഞാനിപ്പോൾ പറയുന്നത്. ഇത് ഗ്രഹിച്ചാൽ ഇനി നമ്മൾ ആ അധ്യായങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കുറെ കൂടെ നന്നായിട്ട് ഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമാകും. ശ്രദ്ധിക്കുക. ഒന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഒന്നാം അധ്യായം നീ കണ്ടത്, അതിൽ നാം കാണുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് ഏറ്റവും നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് ഒന്നാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ്. നാം അത് കണ്ടതാണല്ലോ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. അപ്പൊ യേശുക്രിസ്തു വെളിപ്പെട്ടു വരുന്നതാണ് ഒന്നാം അധ്യായത്തിന്റെ വിഷയം. അത് ശരിയായിട്ട് പഠിക്കുക. 2, 3 അധ്യായങ്ങൾ ക്രിസ്തുവും 7 സഭകളും എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒന്നും ആർക്കും മനസ്സിലാക്കാൻ വിഷമമുള്ള ഭാഗമല്ല. എങ്കിലും 2, 3 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ പാരഗ്രാഫായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ എഫെസോസിലെ സഭയ്ക്കുള്ള സന്ദേശം, 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മുർണയിലെ സഭയ്ക്കുള്ള സന്ദേശം, 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പെർഗമാസിലെ സഭയ്ക്കുള്ള സന്ദേശം, 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തേധൈര സഭയ്ക്കുള്ള സന്ദേശം, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരുമ്പോൾ സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശം, 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ ഫിലാദൽഫിയ സഭയ്ക്കുള്ള സന്ദേശം, 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരുമ്പോൾ ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശം. ഇങ്ങനെ 7 സഭകൾക്കുള്ള സന്ദേശങ്ങളാണ്, ആ സഭകളുടെ അവസ്ഥകളാണ്. അതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്, നാം തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 4, 5 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും, സിംഹാസനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിംഹാസന കേന്ദ്രീകൃതമായിട്ട് ഒരു ആരാധന നടക്കുന്നതുമാണ് നാം കാണുന്നത്. ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക. ആ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. അതിന്റെ മധ്യേ അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ നമ്മൾ കാണുന്നു. അതിന്റെ മുമ്പിൽ ആരാധന നടക്കുന്നു. 4-ാം അധ്യായത്തിലെ ആരാധനയും 5-ാം അധ്യായത്തിലെ ആരാധനയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാധന എന്താണെന്നും എങ്ങനെ ആരാധിക്കണമെന്നുള്ളതും കുറെ കൂടെ ഗ്രഹിക്കുവാനും നമുക്ക് ഇടയായിത്തീരും. 4:11 ഞാൻ വായിക്കുന്നു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. 4-ാം അധ്യായത്തിൽ നടക്കുന്ന ആരാധനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സർവവും സൃഷ്ടിച്ച ദൈവം. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ, ദ ക്രിയേറ്റർ ഗോഡ്, എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആരാധന തന്നെയാണ് അവിടെ നടക്കുന്നതെങ്കിലും 5:9 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ 9-ാം വാക്യം ഞാൻ വായിക്കുന്നു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി തങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പൊ ഈ 5-ാം അധ്യായത്തിലെ ആരാധന നാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ they are worshipping the redeemer God, രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ ഭൂമിയിലെ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിലും നിന്നുള്ള ആളുകളെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞാടിനെയാണ്, സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞാടിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ they are worshipping the redeemer, not only the creator but the redeemer. സൃഷ്ടിതാവായ ദൈവത്തെയും അതുപോലെ തന്നെ രക്ഷിതാവായ ദൈവത്തെയും ആരാധിക്കുന്ന 2 സുന്ദര ചിത്രങ്ങളാണ് 4ഉം 5ഉം അധ്യായത്തിലുള്ളത്. they are worshipping in the spirit, ഒരാത്മാവിലാണ് ആരാധിക്കുന്നത്. ആരാധന നമ്മൾ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് പുത്രൻ മുഖാന്തരം പിതാവിന്റെ സന്നിധിയിലാണ് സമർപ്പിക്കപ്പെടുന്നത്. ആരാധന മനോഹരമായിട്ട് നടക്കുന്നത് ഈ അധ്യായങ്ങളിലുണ്ട്. പിന്നീട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. എന്നാൽ ഈ ആരാധനയുടെ കേന്ദ്ര ഭാഗത്തിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും
അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഈ ആരാധനയിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര തുറക്കാനും ഒക്കെ ആരാണ് യോഗ്യൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് താഴോട്ട് നമ്മൾ വരുമ്പോൾ നീ യോഗ്യൻ, നീ ആ പുസ്തകം വാങ്ങുവാൻ യോഗ്യനാണ്. 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ എക്സെട്ര. അതുകൊണ്ട് ആ പുസ്തകമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ പുസ്തകം എന്താണ്, അത് എന്തുകൊണ്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്, അതിനകത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് അധ്യായം പഠിക്കുമ്പോൾ പഠിക്കാം. 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് മുദ്രയിടപ്പെട്ട പുസ്തകം കുഞ്ഞാട് വാങ്ങിയല്ലോ. വാങ്ങിയിട്ട് അതിന്റെ മുദ്രകൾ ഓരോന്നായി തുറക്കുന്നതാണ് നാം കാണുന്നത്. 7 മുദ്രകൾ പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ 7 മുദ്രകൾ തുറക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ 1-ാം മുദ്ര പൊട്ടിക്കുന്നു, 3-ാം വാക്യത്തിൽ 2-ാം മുദ്ര പൊട്ടിക്കുന്നു, 5-ാം വാക്യത്തിൽ 3-ാം മുദ്ര പൊട്ടിക്കുന്നു, 7-ാം വാക്യത്തിൽ 4-ാം മുദ്ര പൊട്ടിക്കുന്നു, 9-ാം വാക്യത്തിൽ 5-ാം മുദ്ര പൊട്ടിക്കുന്നു, 12-ാം വാക്യത്തിൽ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. എന്നിട്ട് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. ഇങ്ങനെ 7 മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യമാണ് 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവിടെ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നിറമുള്ള കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് കാണുന്നത്. വെള്ള നിറമുള്ളത്, ചുവന്ന നിറമുള്ളത്, കറുത്ത നിറമുള്ളത്, മഞ്ഞ നിറമുള്ളത്. 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ അറക്കപ്പെട്ട ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കാണുന്നു. 6-ാം മുദ്ര തുറന്നപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. 7-ാം മുദ്ര തുറന്നപ്പോൾ സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായി. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഗ്രഹിക്കുവാൻ വളരെ എളുപ്പമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം പഠിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് തന്നെ ലോകാവസാനത്തിലും നിന്റെ വരവിനും അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക, ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മത്തായി 24-ന്റെ 4 മുതൽ 13 വരെയെങ്കിലും വായിക്കുക. അപ്പോൾ അവിടെ കള്ളക്രിസ്തു, യുദ്ധം, ക്ഷാമം, മരണം, രക്തസാക്ഷിത്വം, അധർമ്മത്തിന്റെ വ്യാപനം ഒക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മുദ്രകൾ വഴിയെല്ലാം വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം നമുക്ക് വിശദമായിട്ട് 6-ാം അധ്യായം പഠിക്കുമ്പോൾ പഠിക്കാം. ഞാനിപ്പോൾ ഒരു സൂചന നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുദ്രകൾ തുറന്നുകൊണ്ടിരുന്നപ്പോൾ പലതരത്തിലുള്ള ന്യായവിധികൾ വെളിപ്പെട്ടു വന്നു എന്ന് പറഞ്ഞല്ലോ. നാം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൽ മുദ്രയിടപ്പെട്ടവരുടെ ഒരു ഗണത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവം മുദ്രയിട്ട ആളുകൾ, മുദ്രകൾ തുറന്നപ്പോഴുണ്ടായ ന്യായവിധികളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മുദ്രയേൽക്കുക. അങ്ങനെ ദൈവം മുദ്രയിട്ട ആളുകളുടെ പട്ടികയാണ്. ആളുകൾ ആരൊക്കെയാണ്, അവരെവിടൊക്കെയാണ്, അവരുടെ കണക്കെത്രാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ 2 ഗ്രൂപ്പ് ആളുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകും. യഹൂദന്മാരും ജാതികളും. യഹൂദന്മാരുടെ ഓരോ ഗോത്രങ്ങളുടെ പേരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പറയാൻ നമുക്ക് പഠിക്കാം. ജാതികൾ ഭൂമിയിലെ സകല ഗോത്രത്തിൽ നിന്നും, വംശത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും ഒക്കെ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെവിടെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ 3-ഉം 9-ഉം വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ സ്വർഗത്തിലും ഭൂമിയിലുമാണ്. ജാതികളുടെ സഭ എടുക്കപ്പെട്ടതുകൊണ്ട് അവർ സ്വർഗത്തിലും, യഹൂദന്മാർ എടുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട്, യഹൂദന്മാരെ എന്ന് പറയുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാത്ത യഹൂദന്മാർ, സ്വീകരിച്ചവർ സഭയിൽ ഭാഗമായി എടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഭൂമിയിൽ അവശേഷിക്കുന്ന യഹൂദന്മാർ അവർ ഭൂമിയിൽ മുദ്രയേറ്റിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 3-ാം വാക്യം 9-ാം വാക്യം വായിച്ചാൽ ഭൂമിയിൽ, സ്വർഗത്തിൽ എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഭൂമിയിലും ആരാധന നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുദ്രയേറ്റവരുണ്ട്. സ്വർഗത്തിലും ആരാധനയുണ്ട്, അവിടെയും മുദ്രയേറ്റ ആളുകൾ ഉണ്ട്. അവരെ ഏതൊക്കെ തരത്തിലാണ് ആരാധിക്കുന്നതെന്ന് അറിയാൻ 7-ാം അധ്യായത്തിന്റെ 9, 10, 15, 16 വാക്യങ്ങളെങ്കിലും വായിക്കുക. 7-ാം അധ്യായത്തിന്റെ 9, 10, 15, 16 ഈ വാക്യങ്ങൾ വായിച്ചാൽ എന്തൊക്കെയാണ് അവരുടെ ആരാധനാ കാര്യങ്ങൾ, അടിസ്ഥാനം എന്ന് കാണുവാൻ കഴിയും. ആ അധ്യായം നമുക്ക് പുറകെ വിശദമായിട്ട് പഠിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. 8, 9 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ 7 ദൂതന്മാർ 7 കാഹളങ്ങൾ ഊതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹോപദ്രവത്തിന്റെ 1-ാം പാദത്തിൽ 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 2 തരത്തിലുള്ള ന്യായവിധികൾ. 1 മുദ്രകൾ പൊട്ടിച്ചപ്പോഴുണ്ടായ ന്യായവിധികൾ, 2 കാഹളങ്ങൾ ഊതിയപ്പോൾ ഉണ്ടായ ന്യായവിധികൾ. 8, 9 അധ്യായത്തിലാണ് 7 ദൂതന്മാർക്ക് 7 കാഹളങ്ങൾ ലഭിക്കുന്നു. അവർ ഓരോരുത്തരായിട്ട് ഓരോ കാഹളങ്ങൾ ഊതുന്നു.
8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് ഈ കാഹളങ്ങൾ ഊതി തുടങ്ങുന്നതായിട്ട് നാം കാണുന്നത്. അപ്പോൾ ഭൂമിയിൽ ന്യായവിധികൾ നടക്കുന്നു. എവിടൊക്കെയാണ് ന്യായവിധികൾ നടന്നതെന്ന് ചോദിച്ചാൽ 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുകയാണ് ഭൂമിയിൽ ന്യായവിധി നടന്നു, കരഭൂമിയിൽ. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ് സമുദ്രത്തിൽ ന്യായവിധി നടന്നു. 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ് ഫ്രഷ് വാട്ടർ, നദികളിൽ ന്യായവിധി നടന്നു. 12-ാം വാക്യത്തിൽ പറയുകയാണ് ആകാശത്തിൽ ന്യായവിധികൾ നടന്നു. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ് ഒരു അഗാധകൂപം തുറന്നു, അതുകൊണ്ട് വ്യാധികൾ ആളുകൾക്കുണ്ടായി. ആ തരത്തിലുള്ള ന്യായവിധികൾ. 9-ന്റെ 13-ൽ പറയുകയാണ് ഒരു സൈന്യം അവിടെ യൂഫ്രട്ടീസ് നദീതീരത്ത് കെട്ടിയിട്ടിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. തീർച്ചയായിട്ടും കെട്ടിയിട്ടെങ്കിൽ അവരത്ര നല്ല ദൂതന്മാരായിരിക്കുകയില്ല. ഒരു സൈന്യം യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 11-ന്റെ 15-ൽ വരുമ്പോഴാണ് 7-ാമത്തെ ദൂതൻ ഊതുന്നതായിട്ടും അപ്പോൾ ലോകരാജ്യത്തെ കർത്താവ് ഏറ്റെടുക്കുന്നതും ജാതികൾ കോപിക്കുന്നതും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ 8-9 അധ്യായത്തില് 7 ദൂതന്മാർ 7 കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്നതാണ് വിഷയം. നമുക്ക് മുമ്പോട്ട് പോകാം. 10-11 അധ്യായങ്ങൾ. 10-11 അധ്യായത്തിന് വേണമെങ്കിൽ സാക്ഷ്യത്തിന്റെ സമയം എന്നൊരു തലക്കെട്ട് കൊടുക്കാം. ടൈം ഫോർ ടെസ്റ്റിമണി. അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് ഇന്ന് വളരെയധികം തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ, അങ്ങനെ ശരിയാണോ, ഇങ്ങനാണോ, ഇത് ആരാ ഇതിന്റെ ന്യായവിധിക്ക് വിധേയപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള വാദഗതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ പുസ്തകത്തിൽ തന്നെ സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളാണ് 10-11 അധ്യായത്തിൽ. അവിടെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8, 9, 10, 11 അധ്യായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ, സംഭവങ്ങളൊന്നുമില്ല എന്ന്. അപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ നടക്കുന്ന കാര്യങ്ങൾ ശരി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട് ചിലർ മുമ്പോട്ട് വരികയാണ്. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ബലവാനായൊരു ദൂതൻ അതാരാണെന്നും എന്താണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യമെന്നും വായിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. 10-ാം അധ്യായം ചെറിയൊരു അധ്യായമാണ്, വായിച്ചാൽ ഗ്രഹിക്കാൻ സാധിക്കും. എങ്കിലും അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ആ ബലവാനായ ദൂതൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടതെന്നുള്ളതാണ്. 11-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 11-ന്റെ 3-ാം വാക്യത്തില് ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ 2 പ്രത്യേക സാക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രത്യേക സാക്ഷികളും ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിയാണ് എന്ന് സാക്ഷ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് 24 മൂപ്പന്മാരും ഇത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് 3 സാക്ഷ്യങ്ങൾ, ബലവാനായ ദൂതന്റെ സാക്ഷ്യം, 2 പ്രത്യേക സാക്ഷികളുടെ സാക്ഷ്യം, അതുപോലെ തന്നെ 24 മൂപ്പന്മാരുടെ സാക്ഷ്യം. അതാണ് 10ഉം 11ഉം അധ്യായം. 12, 13 അധ്യായങ്ങളിൽ പ്രതീകമാണ്, അടയാളമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്തിന്റെ അടയാളം എന്ന് ചോദിച്ചാൽ 12ഉം 13ഉം അധ്യായത്തിന് വേണമെങ്കിൽ ഒരു തലക്കെട്ട് കൊടുക്കാം. ദ ട്രിനിറ്റി ഓഫ് സൈറ്റൻ, പിശാചിന്റെ തൃത്വം. ദൈവത്തിന് തൃത്വം ഉള്ളതുകൊണ്ട് പിശാചും ഒരു തൃത്വ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ആ തൃത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സർപ്പം, കള്ളപ്രവാചകൻ, കള്ളക്രിസ്തു. പിശാചിന്റെ തൃത്വത്തിൽ ഈ 3 കാര്യങ്ങളാണുള്ളത്. 12-ാം അധ്യായത്തിന് 3-ാം വാക്യം വായിക്കുമ്പോൾ തീ നിറമുള്ള ഒരു മഹാസർപ്പത്തെ, ഇതൊരു പഴയ പാമ്പാണ്, ഉൽപ്പത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അന്ന് ചിലപ്പോൾ പച്ചിലപ്പാമ്പായിരുന്നിരിക്കാം, മരത്തേൽ കയറി ആദാമിനെ ഹവ്വായെയും പറ്റിക്കുന്നതിനായിട്ട് ഹവ്വയ്ക്ക് പഴം ചായച്ചു കൊടുത്ത ഒരു ചെറിയ പാമ്പ്. എന്നാൽ ഇപ്പോൾ അത് ഒരു മഹാസർപ്പമായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ പാലും ചോറും കൊടുത്ത് വളർത്തിയെടുത്തതായിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു സർപ്പത്തെ, അവനാണ് പിശാചിന്റെ ഏറ്റവും വലിയ പ്രതീകം, അവനാണ് കൺട്രോളർ. അവന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന കള്ളപ്രവാചകനാണ് 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ. അത് സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗം. അത് കഴിഞ്ഞ് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കള്ളക്രിസ്തു, ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം. ഇത് പ്രതീകങ്ങളാണ്, പിശാചിന്റെ തൃത്വമാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പുറകെ പഠിക്കാം. 14, 15 അധ്യായങ്ങളിൽ നാം ജയത്തിന്റെ ഘോഷം, വോയിസസ് ഓഫ് വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് നേരത്തെ നമ്മൾ കേട്ടല്ലോ, ഈ 7-ാം കാഹളം ധ്വനിച്ചപ്പോൾ ലോകരാജ്യത്തൻ നമ്മുടെ കർത്താവിനായി തീർന്നിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ഒരു ഘോഷം ഉണ്ടായതുകൊണ്ട് സ്വർഗത്തിൽ പതുക്കെ ജയം തുടങ്ങി, അതിന്റെ ഘോഷം തുടങ്ങി. നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോൾ ചില കാൻഡിഡേറ്റ്സ് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ അണികൾ ചെണ്ടേടിയൊക്കെ തുടങ്ങുന്നത് പോലെ കർത്താവ് ലോകരാജ്യത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ന്യൂസ് ഉണ്ടായപ്പോൾ തന്നെ അവിടെ ദൂതന്മാരും മറ്റു പല ആളുകളും ആഘോഷം ആരംഭിച്ചു. ആ ജയത്തിന്റെ ഘോഷമാണ് 14ഉം 15ഉം അധ്യായങ്ങളിൽ കാണുന്നത്. ഒന്നാമത് 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 144,000 പേര് സന്തോഷിക്കുന്നതും ആർപ്പിടുന്നതും ജയത്തിന്റെ ഘോഷം മുഴക്കുന്നതും നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ
14 അധ്യായത്തിന്റെ 6, 8, 9, 15, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ 14 അധ്യായത്തിന്റെ 6, 8, 9, 15, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലരെ ദൂതന്മാര്, ഓരോരോ ദൂതന്മാര് സന്തോഷത്തോടെ ജയഘോഷം മുഴക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജയിച്ചവർ എന്ന പ്രയോഗം കാണാം. ജയിച്ച എല്ലാവരും കൂടുകയാണ്. അപ്പോൾ ഇവിടെ 144,000 പേര് മാത്രമല്ല, ദൂതന്മാര് മാത്രമല്ല, ജയിച്ചവരെല്ലാവരും വീണകൾ പിടിച്ചുകൊണ്ട് വളങ്ക് കടലിനരികെ നിന്നുകൊണ്ട് ജയഘോഷം മുഴക്കുന്നതാണ്. അപ്പൊ ജയത്തിന്റെ ഘോഷമാണ് 14-ഉം 15-ഉം അധ്യായത്തിലെ വിഷയം. അവിടെ സംഭവങ്ങളുടെ മുന്നേറ്റം ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. 16-ാം അധ്യായം, 16-ാം അധ്യായത്തില് മഹോപദ്രവത്തിന്റെ 2-ാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മഹോപദ്രവത്തിന്റെ 1-ാം പാദം 6 മുതൽ 11 വരെ, അത് കഴിഞ്ഞ് 12 മുതൽ 15 വരെ അടയാളങ്ങൾ. 16-ാം അധ്യായം മഹോപദ്രവത്തിന്റെ 2-ാം പാദമാണ്, സെക്കൻഡ് ഹാഫ്, അവസാനത്തെ 3.5 വർഷം. ഇവിടെ 7 ദൂതന്മാർക്ക് 7 കലശങ്ങൾ ലഭിക്കുന്നു. അവർ 7 കലശങ്ങൾ പല സ്ഥലങ്ങളിൽ ഒഴിക്കുന്നു, അല്ലെങ്കിൽ കലശങ്ങൾ എറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ പുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ, 7 കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് 7 കലശങ്ങൾ ഒഴിച്ചപ്പോഴും സംഭവിക്കുന്നത്. റിപ്പീറ്റാണ്, സെയിം, ഒരേ തരത്ത് തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഭൂമിയിൽ, 3-ാം വാക്യത്തിൽ സമുദ്രത്തിൽ, 4-ാം വാക്യത്തിൽ നദികളിൽ, 8-ാം വാക്യത്തിൽ ആകാശത്തിൽ, 10-ാം വാക്യത്തിൽ ഒരു വ്യാധി ഉണ്ടാകുന്നതായിട്ട് വരുന്നു, 12-ാം വാക്യത്തിൽ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിനായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, 17-ാം വാക്യത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ശബ്ദം കൂടെ കേൾക്കുന്നത് സംഭവിച്ചു തീർന്നു എന്നാണ്. 16-ന്റെ 17 നാം വായിക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 8, 9 അധ്യായം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെയും ഭൂമി, സമുദ്രം, നദി, ആകാശം എക്സെട്ര അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കലശങ്ങൾ എറിഞ്ഞപ്പോഴും ഭൂമി, സമുദ്രം, നദി, ആകാശം, വ്യാധി എക്സെട്ര സെയിം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്ക് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ താരതമ്യപ്പെടുത്തി പഠിക്കാവുന്നതാണ്. 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെയാണ് മഹോപദ്രവം തീർന്നു എന്നുള്ളതിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നത്. സംഭവിച്ച് തീർന്നു. 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 16-ന്റെ 17. 7-ാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. സംഭവിച്ചു തീർന്നു. ഈ ന്യായവിധികളെല്ലാം സംഭവിച്ച് തീർന്നു. 17, 18 അധ്യായങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ന്യായവിധികൾ തീർന്നതുകൊണ്ടും ഈ ഭൂമിയിലെ വ്യവസ്ഥകൾക്കൊന്നും മാറ്റം വന്നിരുന്നില്ല. കുറെ ആളുകൾക്ക് പണിഷ്മെന്റ് ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചുപോയി, ബുദ്ധിമുട്ടിലായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭൂമിയിൽ പല വ്യവസ്ഥിതികളും, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, മത വ്യവസ്ഥിതികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവയെ കൂടി തകർത്തിട്ട് വേണം കർത്താവിന് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട്. അതുകൊണ്ട് 17, 18 അധ്യായങ്ങളിൽ തകർക്കുന്ന രാജരാജൻ, ഡെസലേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് തലക്കെട്ട് കൊടുക്കാം. Christ as the King and the Lord comes for desolation and destruction. തകർക്കുന്ന രാജരാജൻ. 17-ാം അധ്യായത്തിൽ മത സംവിധാനങ്ങളെ, മഹദിയാം ബാബിലോൺ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 17-ന്റെ 2 വായിക്കുമ്പോൾ ജഡ്ജ്മെന്റ് ഓവർ ദ റിലിജിയസ് സിസ്റ്റംസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ വ്യാജ ആത്മീയതയ്ക്കും തെറ്റായ മതങ്ങൾക്കും എതിരെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വരികയും യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താതെ അന്യദൈവങ്ങളുടെ പിന്നാലെ പോയ ആളുകളുടെ സംവിധാനങ്ങളെ തകർത്ത് അതിന്റെ മേൽ ദൈവം ന്യായം വിധി പ്രഖ്യാപിക്കുന്നതാണ് 17-ാം അധ്യായത്തിന്റെ വിഷയം. ഈ വ്യവസ്ഥിതികൾക്ക്, സഭാ മത വ്യവസ്ഥിതികൾക്ക് അംഗീകാരം കൊടുത്ത് അവരെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥിതികളെ തച്ചുടയ്ക്കുന്നതാണ് 18-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, അവളെ വിട്ടുപോരുവീൻ, അവളുടെ ബാധകളിലൊന്നും ഓഹരിക്കാതിരിക്കാൻ താല്പര്യമുള്ളവർ. അതിപ്പോ നമുക്കുള്ള സന്ദേശമാണ്. കാരണം ഇന്നത്തെ ഈ വ്യവസ്ഥിതികളെല്ലാം തകർക്കപ്പെടാനുള്ളതാണ്, ന്യായവിധിക്കപ്പെടാനുള്ളതാണ്, നീങ്ങിപ്പോകാനുള്ളതാണ്. രാഷ്ട്രീയത്തിലോ മതത്തിലോ സാമൂഹിക വ്യവസ്ഥിതികളിലോ സാമ്പത്തിക വ്യവസ്ഥിതികളിലോ ഒക്കെ കണ്ണുവെച്ചിരിക്കുന്ന ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം 1 മണിക്കൂർ കൊണ്ട് എന്റെ ന്യായവിധി വന്നുപോയല്ലോ എന്നാണ് അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. വളരെ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇതൊക്കെ തകർന്നു വീഴും. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം തന്നെ ഇതൊക്കെ തകർക്കുവാൻ ഒരു ചെറിയ വൈറസ് മതി എന്ന് തെളിയിച്ചിരിക്കുക എന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു ന്യായവിധി വന്ന് എല്ലാ വ്യവസ്ഥിതികളെയും ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതായിട്ടാണ്
17, 18 അധ്യായങ്ങൾ നമ്മളോട് പറയുന്നത്. ആ വ്യവസ്ഥിതികൾ നീങ്ങിപ്പോയിട്ട് പുതിയതായിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥിതി വരുന്നതിന്റെ വിവരണമാണ് 19, 20 അധ്യായങ്ങൾ. 19, 20 അധ്യായങ്ങളിൽ 5 സുപ്രധാന സംഭവങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. 5 കീ ഇവന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സംഭവങ്ങൾ ഇതൊക്കെയാണ്. 1-ാം വാക്യത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു, ഹെവൻ റിജോയ്സസ്. ഇങ്ങനെ എല്ലാം തകർക്കപ്പെട്ടതുകൊണ്ട്, മനുഷ്യനിർമ്മിതമായ സകലതും നീക്കപ്പെട്ടതുകൊണ്ട്, ദൈവരാജ്യ സ്ഥാപനത്തിനുള്ള വഴി തെളിഞ്ഞതുകൊണ്ട്. അതിങ്ങനെയാണ്: അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറയാണ്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. അങ്ങനെ താഴോട്ട് പറയാണ്, അവന്റെ ന്യായവിധികൾ വെളിപ്പെട്ടു വന്നു, ഇതിനെല്ലാം നീക്കിക്കളഞ്ഞു. ഇപ്പോൾ ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. സോ ഹെവൻ റിജോയ്സസ്. സ്വർഗത്തിൽ വലിയ സന്തോഷം നടക്കുന്നതായിട്ടാണ് ആദ്യം നമ്മൾ കാണുന്ന ഒന്നാമത്തെ ഇവന്റ്. രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് 11-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായി 1000 വിശുദ്ധന്മാരുമായിട്ട് തന്റെ മണവാട്ടി സഭയെ ചേർത്തുകൊണ്ട് വീണ്ടും വരുന്നതിന്റെ, ഏത് കണ്ണും അവനെ കാണുന്ന പ്രത്യക്ഷതയ്ക്കായിട്ട് അവൻ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ദൃശ്യമാണ് 11-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വെള്ള കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ടാണ് അവൻ വരുന്നത്. വിശദാംശങ്ങൾ അവിടെ വായിക്കണം എന്ന് ഞാൻ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം, ഭൂമിയിലേക്ക് എത്തിയ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴുന്നു. 20-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 4-ാം വാക്യത്തിന്റെ ലാസ്റ്റ് പാർട്ടില്, അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരും ദൈവസഭയും ഒക്കെ കർത്താവിന്റെ കൂടെ വാഴുന്നതിനായിട്ട് വന്ന് 1000 ആണ്ട് ഭൂമിയിൽ വാഴ്ച നടക്കുന്നതാണ് മൂന്നാമത്തെ സംഭവം. 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ, ഈ കാലഘട്ടത്തിൽ പിശാചിനെ കെട്ടിയിട്ടിരിക്കും. പിശാചിനെ ഗ്രഹിച്ച് ഇല്ലാതാക്കി കളഞ്ഞിട്ടില്ല, അവനെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനെ ചങ്ങലക്കിട്ടതിന് ശേഷം ആണ് 1000 ആണ്ട് നടക്കുന്നത്. 1000 ആണ്ട് കഴിയുമ്പോൾ 4-ാമത്തെ സുപ്രധാന സംഭവം, പിശാചിനെ ഒരല്പകാലത്തേക്ക് വീണ്ടും അഴിച്ചുവിടും. അഴിച്ചുവിടുമ്പോൾ അവൻ വീണ്ടും ഭൂമിയിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് ദൈവത്തിനെതിരെ മത്സരിക്കും. സൈറ്റൻ വിൽ റിവോൾട്ട്. അതാണ് 20-ന്റെ 7, 8 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിച്ചു കളയും. പിശാചിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നശിപ്പിക്കുന്നു. ആ നാശം കഴിയുമ്പോഴാണ് 5-ാമത്തെ സംഭവം, അന്ത്യ ന്യായവിധി. 20-ന്റെ 11. അവിടെയാണ് പാപികൾക്ക് ദൈവം ശിക്ഷ വിധിക്കുന്നത്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ 5 സംഭവങ്ങളാണ് 19-ഉം 20-ഉം അധ്യായങ്ങളിലുള്ളത്. ഹെവൻ റിജോയ്സസ്, ക്രൈസ്റ്റ് റിട്ടേൺസ് ടു എർത്ത്, സെയിൻസ് and Christ reigns for 1,000 years, and after the end of the 1,000-year reign, Satan is let loose and he revolts, and then the final judgment where sinners are recompensed. അപ്പം സ്വർഗം സന്തോഷിക്കുന്നു, യേശു ഭൂമിയിലേക്ക് മടങ്ങി വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുന്നു. 1000 ആണ്ട് വാഴ്ച. ആ സമയത്ത് പിശാചിനെ ബന്ധിച്ചിരിക്കും. അവനെ കുറച്ചു നാളത്തേക്ക് അഴിച്ചുവിടും. അവൻ വീണ്ടും മത്സരിക്കുന്നു. അവനെ നീക്കിക്കളയുകയും അന്ത്യ ന്യായവിധി നടക്കുകയും ആ ന്യായവിധിയിൽ തീപ്പൊയ്കയിലേക്ക് പിശാചിനെയും നേരത്തെ തന്നെ തള്ളിയിട്ട കള്ളപ്രവാചകനെയും കള്ളക്രിസ്തുവിനെയും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് അവനെയും അവന്റെ കൂടെ കൂടിയവരെയും തള്ളിയിടുകയും ചെയ്യുന്നു. അവസാനത്തെ 2 അധ്യായങ്ങൾ 21, 22 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ തലക്കെട്ട് 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നാം എങ്ങനെയാണ് കാണുന്നത്? ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. ഇതിന്റെ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അപ്പോൾ ഓൾ തിങ്സ് ന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. 21, 22 അധ്യായങ്ങൾ ഓൾ തിങ്സ് ന്യൂ, എല്ലാം പുതുതാക്കപ്പെടുന്നു. ഈ പുതുതാക്കപ്പെട്ട രാജ്യത്തിലേക്ക്, സംവിധാനത്തിലേക്ക്, നിത്യത എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം, പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ പുതിയ യെരുശലേം എന്നുള്ള പ്രയോഗമുണ്ട്. അതെല്ലാം നമുക്ക് അധ്യായങ്ങൾ വരുമ്പോൾ പഠിക്കാവുന്നതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഒന്ന്, സിറ്റിസൺസ് ഓഫ് ന്യൂ ജെറൂസലേം. പുതിയ യെരുശലേമിൽ പ്രവേശിക്കുവാൻ പോകുന്ന ആളുകൾ, പൗരന്മാർ ആരൊക്കെയാണ്?
21 അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരാരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ഗോഡ്സ് പീപ്പിൾ, അവർ അവന്റെ ജനം. 3-ാം വാക്യത്തിലുണ്ട്. ദേ ആർ സാറ്റിസ്ഫൈഡ് പീപ്പിൾ, സംതൃപ്തരായിട്ടുള്ള ജനം. ദൈവത്തിന്റെ ജനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് സംതൃപ്തി. ഇന്ന് നാം കാണുന്നത് ദൈവജനം അസംതൃപ്തരാണ്. എല്ലാ മേഖലകളിലും അവര് അസംതൃപ്തരായിട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവജനത്തിന്റെ മുഖമുദ്ര അവർ സംതൃപ്തരാണ്. ആൻഡ് ദേ ആർ വിക്ടോറിയസ്. ആദ്യത്തെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോഡ്സ് പീപ്പിൾ, സാറ്റിസ്ഫൈഡ് പീപ്പിൾ, വിക്ടോറിയസ് പീപ്പിൾ. ദൈവത്തിന്റെ ജനം സംതൃപ്തരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, ജയാളികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. അവര് പ്രവേശിക്കുന്ന പട്ടണത്തിന്റെ, പുതിയ യെരുശലേമിന്റെ ക്യാരക്ടർ അവിടെ പറയുന്നുണ്ട്. ക്യാരക്ടർ ഓഫ് ദ പീപ്പിൾ ഹു വിൽ എൻറ്റർ ദ ന്യൂ സിറ്റി. പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ജനത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ. 21-10 വായിച്ചാൽ ആ വാക്യത്തില് ഏത് തരത്തിലുള്ള ഒരു കൂട്ടം ആളുകൾക്കാണ് ഈ പുത്തനാം യെരുശലേമിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ആ പട്ടണത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി, സ്വർഗീയത, തേജസ്, ഈ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. ആർക്കാണ് അവിടെ പ്രവേശനമുള്ളതെന്ന് വെച്ചാൽ ഹോളി, ഹെവൻലി, ഗ്ലോറിയസ്. വിശുദ്ധരായിരിക്കണം, സ്വർഗീയ സ്വഭാവമുള്ളവരായിരിക്കണം, ദൈവ തേജസ് ഉള്ളവരായിരിക്കണം. കാരണം ഈ പട്ടണം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഒരു വിശുദ്ധ നഗരമാണ്, ഒരു സ്വർഗീയ നഗരമാണ്, തേജസ് ഉള്ള ഒരു നഗരമാണ്. അവിടെ പ്രവേശിക്കുന്ന ആളുകൾക്കും ഈ ക്വാളിറ്റീസ് ആവശ്യമാണ്. ഹോളി പീപ്പിൾ, ഹെവൻലി പീപ്പിൾ ആൻഡ് ഗ്ലോറിയസ് പീപ്പിൾ. അവർ നെയിംസ് ആർ ഓൾറെഡി റിട്ടൺ ഇൻ ഹെവൻ. ഇപ്പോൾ തന്നെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗീയ സ്വഭാവം നമുക്കൊന്നുണ്ടായാൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ ദൈവം വിശുദ്ധനാണ്, നമ്മളും വിശുദ്ധനായാൽ മതി. അവന് തേജസ് ഉണ്ട്, നമുക്കും തേജസ് ഉണ്ടാകണം. അതിനുള്ള ടൈമാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈനലി ദ ബുക്ക് പ്രസന്റ്സ് എ ചാലഞ്ച് ബിഫോർ അസ്. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ പുസ്തകം തീരുന്നത്. 4 വെല്ലുവിളികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒന്ന്, ദ ചാലഞ്ച് ടു കീപ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അനുസരിക്കുക. ഇതിനകത്തൊരു വള്ളി പുള്ളി മാറ്റാതെ, ഇതിലൊന്നും വ്യത്യാസം വരുത്താതെ, ഇതിനോടൊന്നും കൂട്ടാതെ, ഇതിനൊന്നും കുറയ്ക്കാതെ അതങ്ങനെ തന്നെ ആചരിക്കുക. 22-ന്റെ 6 മുതൽ 11 വരെ, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ വെല്ലുവിളി, നമ്മുടെ ഒന്നാമത്തെ ദൗത്യം ടു കീപ് ദ വേർഡ് ആസ് സച്ച്. കാരണം ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ലെങ്കിൽ ആ വചനം അങ്ങനെ തന്നെ പ്രമാണിക്കുക. 2, കീപ് സെർവിങ് ദ ലോർഡ് ടിൽ ഹി കംസ് ബാക്ക്. കർത്താവ് വരുന്നത് വരെയും കർത്താവിനെ സേവിക്കണം, അവന് വേണ്ടി നാം ജീവിക്കണം, അവനെ ശുശ്രൂഷിക്കണം. 22-ന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അതേക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്പർ 3, കീപ് അവർ ലൈഫ്സ് ക്ലീൻ ആൻഡ് ഹോളി. നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം. തന്റെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ 22-ന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു ചാലഞ്ച് നമ്മുടെ മുമ്പിലുണ്ട്. ആൻഡ് ഫൈനലി, വാച്ച് ഫോർ ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ നീ വരണമേ എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും അതിനുവേണ്ടിയുള്ള നോക്കിപ്പാർക്കലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 20-ഉം 21-ഉം വാക്യങ്ങൾ എങ്ങനെയാണ്? ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുമ്പോൾ ഞാൻ അതിനായിട്ട് നോക്കിയിരിക്കണം. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് പുസ്തകം അവസാനിക്കുന്നത്. 20-ാം വാക്യം നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയാണ് വരേണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഐ എം വെയിറ്റിംഗ്, ഐ എം വില്ലിംഗ്, ഐ എം പ്രിപ്പയർഡ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദ ചാലഞ്ച്, കീപ് ദ വേർഡ്, സെർവ് ദ ലോർഡ്, കീപ് യുവർ ലൈഫ് ഹോളി ആൻഡ് വാച്ച് ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് വചനം പ്രമാണിക്കുക, കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക, അവന്റെ വരവിനായി നോക്കി പാർക്കുക. ഈ ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ട് ഗ്രഹിക്കാവുന്ന തരത്തിലുള്ള ഒരു ഔട്ട്ലൈനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഓരോ അധ്യായത്തിൽ കൂടി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഗ്രഹിക്കാൻ സാധിക്കും, ശ്രമിച്ചാൽ പഠിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വന്നു കാണും എന്ന് ഞാൻ കരുതുകയാണ്. വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഓർക്കാം. പുസ്തകത്തിന്റെ ഔട്ട്ലൈനാണ് പഠിച്ചതെങ്കിൽ തന്നെയും എന്താണ് ഓർത്തിരിക്കേണ്ടത്? നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കുവാനിരിക്കുന്നത്. കണ്ടത് കർത്താവായ യേശു ക്രിസ്തു, ഇപ്പോഴുള്ളത് സഭ, ഇനി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ കർത്താവിനെ കാണുന്നത് സഭയിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വചനം പ്രമാണിക്കുന്നവനും കർത്താവിനെ സേവിക്കുന്നവനും വിശുദ്ധ ജീവിതം നയിക്കുന്നവനും
അവന്റെ വരവിനായിട്ട് നോക്കി പാർക്കുന്നവനും ആയിരിക്കണം എന്ന ഒരു വെല്ലുവിളി ഈ പുസ്തകം, ഈ പഠനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. നമുക്ക് നമ്മളെ അതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിനായിട്ട് സ്തോത്രം. അവൻ തേജസ്സുള്ളവൻ, ജയിച്ചവൻ, ഉന്നതൻ, കർത്താവെ പവിത്രൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, പാപത്തോട് വേർപെട്ടവൻ, ഞങ്ങളെ കർത്താവ് ചേർക്കുവാനായിട്ട് വേഗം വരുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നവൻ, പുത്തനാം യെരൂശലേമിൽ കർത്താവെ ഞങ്ങളെ പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യത്തോടെ ഇരിക്കുന്നവൻ, വിശുദ്ധിയുള്ള സ്വർഗീയമായ തേജസ്സുള്ള ഒരു നഗരം ഞങ്ങൾക്ക് വേണ്ടി പണിയുന്നവൻ, കർത്താവ് ഞങ്ങളും സ്വർഗീയന്മാരായിരിക്കാൻ, വിശുദ്ധന്മാരായിരിക്കാൻ, തേജസ്സുള്ളവരായിരിക്കാൻ തക്കവണ്ണം, ദൈവജനമായിരിക്കാൻ തക്കവണ്ണം, സംതൃപ്തരായിരിക്കാൻ തക്കവണ്ണം, ജയാളികളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചകളെ, കുറവുകളെ ക്ഷമിക്കണമേ. തിരുവചനം കാക്കുവാൻ, നിന്നെ സേവിക്കുവാൻ, കർത്താവ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവ് നിന്റെ വരവിന് വേണ്ടി ആവലോടെ ആഗ്രഹത്തോടെ നോക്കി പാർക്കുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യാശയിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കർത്താവ് വ്യാപാരത്താൽ സമൃദ്ധി നൽകണമേ. വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് കേൾവിക്കാരായിട്ടുള്ള എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയായിരിക്കാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, ഒരുക്കിയാട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.